ഹായ് ഹലോ ഫ്രണ്ട്സ്, ഐഷാപ്പി ബ്ലോഗ്സിലേക്ക് വെൽക്കം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ കാണുന്നത് സബ് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങൾ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ ഇറങ്ങിയതാണ്. കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. പോണ വഴി കഴിക്കാമെന്നൊക്കെ ഓർത്തിട്ട്. ഇത് വരുന്നത് എൻ്റെ ആൻറ്റിയുടെ വീടിൻ്റെ ബാക്ക് സൈഡ് റബ്ബറും തോട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫാമിലിയിലെ ഉള്ളവരെല്ലാവരും കൂടി ഒന്ന് വെറുതെ കാണാമെന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് കയറി തുടങ്ങിയപ്പോൾ കുത്തനെ ഉള്ള കയറ്റം കയറേണ്ടി വന്നു. കയറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കയറ്റം. പിന്നെ എന്തോ ആയിക്കോട്ടെ, ഇറങ്ങിയില്ലേ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അത് കയറാൻ തുടങ്ങി. കയറി മേളിലെത്തിയപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ പതിയെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു അത് കയറാനായിട്ട്. എല്ലാവരും ഉണ്ടായത് കാരണം ഞങ്ങൾ കയറി പോണ വഴിയിലെല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങളും അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഇങ്ങനെ കയറി തുടങ്ങിയ സമയത്താണ് ഇത്താത്ത അവിടെ സെമിത്തേരി കണ്ടപ്പോൾ, സെമിത്തേരി എന്ന് പറഞ്ഞ് വന്നത് പക്ഷെ കുന്നത്തേരി എന്നായിപ്പോയി. അത് പറഞ്ഞൊന്ന് ചിരിച്ച് കളിയാക്കി ഇത്താത്തനെ ഒന്ന് ആക്കിയൊക്കെ ആയിട്ട് ഞങ്ങൾ പതിയെ കയറാൻ തുടങ്ങി. ഇവിടെ വഴക്കല്ലിട്ടാ അങ്ങനെ ഒരു കണക്കിന് കുത്തനെയുള്ള കയറ്റമൊക്കെ കയറി ഞങ്ങൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ചെറിയൊരു അരുവിയുണ്ട്. അരുവി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പാറക്കെട്ടിൽ നിന്നൊന്നും വരുന്ന ആ അരുവിയൊന്നുമല്ല കേട്ടോ. അവിടെ വെള്ളം ഒഴുകി വരുന്നത് ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. അതിന് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. ആ ലീക്കിൽ നിന്ന് വരുന്ന വെള്ളം ഒരു അരുവി പോലെ വരുന്നതാണ്. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് നേരം ആ ഒരു വെള്ളമൊക്കെ ഒഴുകി പോണൊക്കെ കണ്ട് നിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. നടന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു വലിയ ടാങ്ക് ഉണ്ട്. അതായത് വെള്ളത്തിൻ്റെ ഒരു ടാങ്കാണ്. അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യൂ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും വന്നത്. അപ്പോൾ ആ വ്യൂ എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ കാണാനുള്ളൊരു ക്യൂരിയോസിറ്റിയും ആകാംക്ഷയൊക്കെ കൂടിയതുകൊണ്ട് ഞങ്ങൾ വേഗം നടന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ഇതിനൊരു പേരുണ്ടായിരുന്നു. ടാങ്കിൻ്റെ പേര് എന്തോ ചുങ്കം അങ്ങനെ എന്തോ ആയിരുന്നു. ഞാനത് മറന്നുപോയി. ആ പേര് ക്ലിയറായിട്ട് എടുത്തുമില്ല. അപ്പോൾ ഐഷ അത് പറയുന്നുണ്ട് ആ ടാങ്കിൻ്റെ പേരെന്താണെന്ന്. അപ്പം ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നടന്ന് കുറച്ചും കൂടി ഒരു ചെറിയൊരു വഴി കൂടിയാണ് ഞങ്ങൾ പോയത്. ആ വഴി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ പെരുമ്പാവൂർ സിറ്റി ഫുള്ളും കാണായിരുന്നു. പിന്നെ എയർപോർട്ട് കാണായിരുന്നു, നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണായിരുന്നു. പിന്നെ നമ്മുടെ മുടിക്കൽ പള്ളി കാണായിരുന്നു. കുറച്ചധികം നല്ല നല്ല സ്ഥലങ്ങൾ. ആ മുടിക്കൽ പള്ളി നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു താജ്മഹൽ കാണുന്ന ആ ഒരു ഫീലായിരുന്നു. ശരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഞാനേ എന്റെ മോനെ എവിടെ ഇരിക്കണേ ഐശേപ്പി ഇങ്ങോട്ട് നീങ്ങുന്നേ തെന്നൂന്ന് മലയുടെ അല്ല തെഞ്ഞാട് വീണതിന് തീർന്ന്. എടാ കിറ്റി കെട്ടി ഇങ്ങോട്ട് ഇറങ്ങി ഒന്നെറിയേ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ ആ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പതിയെ തിരിച്ചിറങ്ങാൻ തുടങ്ങി. ഇറങ്ങുന്ന നേരത്തെ ഇപ്പം ഒന്ന് വീഴുന്നു. അത് അങ്ങനെ കയറിയപ്പോഴും ആ സെയിം സ്ഥലത്ത് തന്നെ ഇപ്പം വീണതാണ്. തിരിച്ചറിയുമ്പോഴും ഇപ്പം അവിടെ തന്നെ വീണു.
പോ പിന്നെ അത് ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇപ്പോൾ കാണാനല്ല, നല്ല എക്സ്പീരിയൻസ് ആയി. നമുക്ക് ഒരു മല കയറി ഇറങ്ങുന്ന ആ ഒരു ഫീൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരെ സമ്മതിക്കണം. അവർ ഒത്തിരി അവരെ എഫേർട്ടൊക്കെ എടുത്തിട്ടായിരിക്കും ആ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ വീഡിയോയൊക്കെ എടുക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ചെരുപ്പിട്ടില്ല, തിരിച്ചിറങ്ങിയപ്പോഴും ഞാൻ ചെരുപ്പിട്ടില്ല. കാരണം നല്ല വഴുക്കലുണ്ടായിരുന്നു. ചെരുപ്പിട്ടിട്ട് തെന്നി പോവായിരുന്നു. നല്ല മഴ പെയ്ത് അവിടെ നല്ലോണം തെന്നി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ ചെരുപ്പിടാണ്ട് തന്നെയാണ് ഇറങ്ങിയത്. പിന്നെ ഇറങ്ങി വന്ന സമയത്ത് ഇത്താത്ത ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്, എങ്ങനെ എഡിറ്റൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ തന്നെ ഇടാണോ എന്നൊക്കെ ചോദിച്ചു. ഞാനത് അല്ല, ഇന്ന പോലെ ചെയ്യും, ഇന്നതിലാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പിയുടെ കുറച്ച് ഷോ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പതിയെ അവിടെ ഒരു കപ്പമരം നിൽപ്പുണ്ടായിരുന്നു, കപ്പങ്ങയുടെ. അപ്പോൾ അതൊക്കെ 2 പറിച്ച് കയ്യിലൊക്കെ എടുത്തു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ച് ചിരിച്ച് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതിയെ തിരിച്ചിറങ്ങിയാണ്. ഇറങ്ങി താഴെ ചെന്നപ്പോഴും നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോഴും ആ ഒരു വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതാണ് ഗൈസ് താജ്മഹൽ. അങ്ങറ്റത്താണ് ഞാൻ കാണിച്ചിരുന്ന താജ്മഹൽ ഗൈസ്.